കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റാരോപിതനായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പിടികൂടാനാകാതെ പോലീസ്. റാമിനായി ആന്ധ്രാപ്രദേശിലടക്കം പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. റാമിന്റെ മേൽക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് ഇയാളുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ കോളേജിൽ ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് എത്രയോ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കേരളത്തിൽ എങ്ങും ആഞ്ഞടിച്ചതാണ്. ഇന്നലെ ഒരു ഹർത്താൽ കൂടി അതിൻ്റെ പേരിൽ നടന്നിരിക്കുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഡോക്ടർ രാമിനെയും കുറ്റാരോപിതരെയും പിടികൂടാൻ കഴിയാത്തതിൽ എന്ത് വിശദീകരണമാണ് കേരള പോലീസ് നൽകുന്നത്? മിഥുൻ, ഗൗതം, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥിയായ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് 19 ദിവസം പിന്നിടുകയാണ്. ഈ 19 ദിവസമായിട്ടും കുറ്റാരോപിതനായ ഡോക്ടർ MK റാമിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ മരണം നടന്ന ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇയാൾക്ക് എതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി ഉണ്ടായിരുന്നു. മാത്രമല്ല, വളരെ പെട്ടെന്ന് ഇയാളെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇയാളെ പിടികൂടാനൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ പോലീസ് വൈകുന്നു എന്നുള്ളതാണ് ആരോപണം. കുടുംബമടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം MK റാം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് വൈകിപ്പിക്കുന്ന ഒരു വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. എന്നാൽ അങ്ങനെയല്ല, തങ്ങൾ പരിശോധന നടത്തി വരികയാണ്. റാമിൻ്റെ സ്വദേശമായ ആന്ധ്രയിലും അതുപോലെ തന്നെ അയാളുടെ പ്രവൃത്തി കേന്ദ്രമായ കർണാടകയിലടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നൊരു മറുപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇയാൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ജില്ലയിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ പോലീസിനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. അതേസമയം ഇയാൾ ഈ MK റാം ബന്ധപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളെയും നിരീക്ഷിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഗൗതം.